നമ്മൾ ഓർക്കാറുണ്ട്, നമ്മൾ യേശുവിൽ നല്ല വിശ്വാസം ഉണ്ട്, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നന്നായിട്ട് വിശ്വസിക്കുന്നു, നമ്മൾ അതിന് പ്രകാരം ജീവിക്കുന്നു. പിന്നെ എന്തിനാണ് ഈ സ്നാനമെന്ന് ചിലപ്പം ചിലവരുടെ മനസ്സിൽ കൂടി പോകാറുണ്ട്. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ദൈവത്തിൽ നല്ല വിശ്വാസത്തോടെ എല്ലാം ജീവിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളൊരു ജീവിതമുണ്ട്. സ്നാനപ്പെട്ടിന് ശേഷം നമ്മൾ ആ കർത്താവായ യേശുവിനെ നമ്മൾ ആയിട്ട് ചേർന്ന് ജീവിക്കുമ്പോൾ എന്തോ അവിടെ ഫില്ലാകുവാണ് അവിടെ. അതാണ് സംഭവിക്കുന്നത്. സാധാരണ രീതിയിൽ സ്നാനമില്ലാതെ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ചാലും അവിടെ അത് ഫില്ലാകുന്നില്ല. അതാണ് നമ്മുടെ മനസ്സിനൊരു നമ്മളിലൊരു നിറഞ്ഞ അവസ്ഥ, ഒരു പൂർണ്ണത വരുന്നില്ല എന്നുള്ളതാണ് ആ വ്യത്യാസം. സ്നാനപ്പെട്ടതിന് ശേഷം നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു പൂർണ്ണതയാണ് ലഭിക്കുന്നത്. അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോഴാണ് ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിനാൽ സ്നാനപ്പെടണം എന്നത് ആണ് നല്ലതെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പലരും പറയുകയാണല്ലോ, ദൈവവിശ്വാസത്തോടെ മാത്രം ജീവിച്ചു പോയാൽ പോലെ ദൈവത്തിൽ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു, ആ യേശുവിൽ നീതിമാനായിട്ട് ജീവിച്ചു പോയാൽ പോരെ എന്ന് പറയാറുണ്ട്. അങ്ങനെ ജീവിച്ചു പോകുമ്പോഴും ആ ഒരു പൂർണ്ണത ലഭിക്കില്ല എന്നുള്ളതാണ്. ഒരു പൂർണ്ണത വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് ഇങ്ങനെ കിടക്കും. അതാണ് സ്നാനപ്പെട്ടതിന് ശേഷം നമ്മൾ ജീവിക്കുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ലായിരിക്കും. അതാണ് ആ ഡിഫറൻസ്. അതിനാൽ അങ്ങനെ സംശയമുള്ളവർ സ്നാനപ്പെടുമ്പോഴാണ് അവർക്കത് ശരിയായ രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തന്നെയുമല്ല, കർത്താവ് പറയുവാണല്ലോ, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, നിങ്ങൾ ലോകത്ത് എല്ലായിടത്തും പോയി സുവിശേഷം പറയുക, സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടാണല്ലോ യേശു ക്രിസ്തു പോയത്. അതുപോലെ യേശു ക്രിസ്തുവും നമ്മൾ സ്നാനപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടതാണല്ലോ. അതിനൊരു യേശു ക്രിസ്തു പറയുന്നതിനൊരു സ്നാനപ്പെടണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശമാണ് ആ ഒരു ഗ്യാപ്പ് ഫില്ലാവും. അത് യേശുവിനറിയാം. അതുകൊണ്ടാണ് സ്നാനപ്പെടണമെന്ന് യേശു ക്രിസ്തു പറയുന്നത്. വിശ്വസിച്ചാൽ മാത്രമല്ല, സ്നാനപ്പെടുകയും ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടാണ്. അതിനാൽ സ്നാനപ്പെടാനായിട്ട് ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നവർ തീർച്ചയായും സ്നാനപ്പെടുക. അപ്പോഴാണ് ഇത് ശരിയാവണം നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും.